aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ രാജ്മോഹൻ നായർ അവർകളാണ്. ഛത്തീസ്ഗഡിൽ പാർത്തുകൊണ്ട് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസൻ തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. ഈ കുടുംബത്തെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആ കുടുംബത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ രാജ്മോഹൻ നായറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. എന്നെ കേൾക്കുന്നതായിട്ടുള്ള അരോമ ടി വി വിശ്വാസി കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ഒരു വലിയൊരു അവസരം ഈ മാധ്യമത്തിലൂടെ എനിക്ക് ലഭിച്ചതിനായിട്ട് ദൈവത്തെ നന്ദി പറയുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ് ഈ കൂടിക്കാഴ്ച. അപ്രതീക്ഷിതമായിട്ട് സാറിന്റെ കോളിന്റെ അടുക്കൽ വരികയും സാക്ഷ്യം പറയാമോ എന്നോട് ചോദിക്കുകയും ചെയ്തപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുമെന്നായിരുന്നില്ല. കാരണം ഇതുവരെയും ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ്. എന്നാൽ എനിക്ക് ഒരു അവസരം തന്നിട്ടുള്ള അരോമ ടി വിയെയും അതിൻ്റെ നടത്തിപ്പുകാരെയും ദൈവത്തിന് നന്ദി പറയുന്നു. ഈ കിട്ടിയ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് എന്നെപ്പറ്റി ലോകം അറിയുവാനുള്ളൊരു അവസരം. ഇതുവരെയും അറിയപ്പെടാത്ത ഒരു ഏരിയയിൽ കർത്താവിൻ്റെ വേല ചെയ്തു വരികയായിരുന്നു. ഈ അവസരം ഒരുക്കിയ അരോമ ടി വിക്കും അതിൻ്റെ സംഘാടകർക്കും ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം 84 മുതൽ ഈ കാലയളവ് വരെയും നോർത്ത് ഇന്ത്യയിൽ ഹിന്ദിക്കാരുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭാഷാപരമായ അല്ലെങ്കിൽ ഭാഷയിൽ വരുന്ന ചില വാക്കുകളിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഈ അവസരം ദേവദാസന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലുള്ള കാലങ്ങളെ പറ്റി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലം വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നുപോയൊരു ജീവിതമായിരുന്നു. ഏതാണ്ട് 3.5 വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ ഞാൻ വളർന്നത് ഒരു അനാഥാശ്രമത്തിലായിരുന്നു. കേരളത്തിലെ കോട്ടയം ഡിസ്ട്രിക്റ്റില് മാങ്ങാനം എന്ന് പറയുന്നതായിട്ടുള്ള ഗ്രാമത്തില് കേരള ബാലഗ്രാം ക്രൈസ്തവ ആശ്രമത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കേരള ബാലഗ്രാമിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം. 3.5 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്നെ അവിടെ കൊണ്ട് ആക്കുകയും അവിടെയായിരുന്നു വളർന്നത്. കുഞ്ഞുനാൾ മുതൽ ഒരിക്കലും ഒരു സന്തോഷം മനസ്സിലൊരിക്കലും അനുഭവിക്കാനിടയായിട്ടില്ല. കാരണം ഞങ്ങളുടെ കൂടെയുള്ള വിദ്യാർത്ഥികളിൽ പലർക്കും മാതാവോ അല്ലെങ്കിൽ പിതാവോ ആരെങ്കിലും ഒക്കെ അവരിൽ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളെ ആരും കാണാൻ വരികയോ അല്ലെങ്കിൽ എന്നെ ആരും കാണാൻ വരികയോ എനിക്ക് വേണ്ടി ഒരു സമ്മാനമോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സ്നേഹത്തോട് വാക്കോ പറയാൻ ഒരിക്കലും ആരും വരുമായിരുന്നില്ല.
കുഞ്ഞുനാൾ മുതൽ ഈ അനാഥത്വത്തിന്റെ ബന്ധനം അല്ലെങ്കിൽ അതിന്റെ പിടിമുറുക്കം എൻ്റെ ജീവിതത്തിൽ വളരെയധികം ബാധിച്ചിരുന്നു. ഞങ്ങളുടെ വാർഡന്മാരും അധികാരികളൊക്കെ അവർ നൽകുന്ന അത്ര സ്നേഹം അത് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അതിനപ്പുറമായി അനാഥനാണ് എന്നുള്ള ആ ഒരു വിചാരം എപ്പോഴും മനസ്സിൽ വിളിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഏതാണ്ട് 7-8 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എന്നെ തേടി കുറച്ചു പേര് ഞങ്ങളുടെ ഓർഫനേജിൽ വരുവാനിടയായി. എന്നെ ഓഫീസിൽ വിളിക്കുകയും വന്നവരെ എനിക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളായിരുന്നു അവർ. അവരെന്നെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത്. പക്ഷെ എനിക്ക് അവരുടെ കൂടെ പോകുവാൻ എൻ്റെ മനസ്സ് തയ്യാറായില്ല. കാരണം 3 വയസ്സ് മുതൽ അല്ലെങ്കിൽ 3.5 വയസ്സ് മുതൽ ആരെയും ഞാൻ എൻ്റെ സ്വന്തക്കാരെ കണ്ടിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം അവർ കടന്നു വന്നപ്പോൾ അവരെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ കണ്ട് ഞാൻ നിർബന്ധം പിടിച്ച് കരയുകയും ഞാൻ പോവില്ല എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തപ്പോൾ അവർ വീണ്ടും വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ ആരാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം. ഞാൻ ജനിച്ചത് എവിടെ, എൻ്റെ മാതാപിതാക്കൾ ആര് എന്നൊക്കെ അറിയാനുള്ളൊരു വാഞ്ച വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ആശ്രമ ജീവിതത്തിനിടയിൽ പലപ്പോഴായി പലരിൽ നിന്നായിട്ട് വിവരങ്ങളൊക്കെ അറിയാനിടയായി. എൻ്റെ മാതാവും പിതാവും, എൻ്റെ പിതാവിൻ്റെ പേര് രാഘവൻ നായർ എന്നാണ്. എൻ്റെ മാതാവ് ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്നും ഉണ്ടായിരുന്ന ഒരു തങ്കമ്മ എന്ന് പറയുന്നൊരു സ്ത്രീയായിരുന്നു. അവർ രണ്ടുപേരും അവരുടെ പഠനകാലത്ത്, കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് ഇടപെടുകയും നക്സലിസത്തിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ കേരളത്തിലേക്ക് വ്യാപിച്ച കാലഘട്ടങ്ങളിൽ അവർ രണ്ടുപേരും നക്സൽ പ്രസ്ഥാനവുമായി ഇടപെട്ട് ജീവിക്കുകയും ചെയ്തു. അവരുടെ ആ പ്രവർത്തന സമയത്താണ് അവർ തമ്മിൽ പരിചയപ്പെടുകയും അവരുടെ വിവാഹം പാർട്ടി രീതിയിലുള്ള രക്തഹാരം അണിയിച്ച് നടക്കുകയും ചെയ്തതാണ് കേൾക്കുവാൻ സാധിച്ചത്. പിന്നീട് പല കാര്യങ്ങളും മനസ്സിലായി വന്നപ്പോഴത്തേക്കിന് ഏകദേശം ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നിൽക്കുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്കൊരു അവസരം കിട്ടുന്നത്. എല്ലാ വർഷവും അവധിക്കാലത്ത് പല കൺവെൻഷനുകളും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അങ്ങനെ ഒരു കൺവെൻഷനിൽ യാക്കോബ സഭയുടെ കൽക്കട്ട ഡയോസിസിന്റെ ബിഷപ്പായിരുന്ന ഡോക്ടർ തോമസ് മാർ തിയോദേശിയോസ് അദ്ദേഹം ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് കടന്നു വരികയും അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി എല്ലാ കുട്ടികളോടും. സുവിശേഷ വേലയ്ക്കായി, സന്യാസ ജീവിതത്തിനായി ഞങ്ങളുടെ കൂടെ വരുവാൻ തയ്യാറായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന്. സന്യാസത്തെ പറ്റിയോ സുവിശേഷത്തെ പറ്റിയോ ഒന്നും അറിയാൻ വയ്യാത്ത ആ കാലത്ത് ഞാൻ കൈ ഉയർത്തുകയും ഞാൻ വരാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നോടൊപ്പം മറ്റു 3 വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ 4 പേരെയും കൂടെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം കോട്ടയം ചുങ്കത്ത് പഴയ സെമിനാരിയിൽ ഞങ്ങളെ കൊണ്ടുപോവുകയും അവിടെ ഒരു വർഷത്തോളം ചുങ്കത്ത് സെമിനാരിയിൽ ഉണ്ടായിരുന്നു. ഒരു വർഷത്തിന് ശേഷം തിരുമേനി എന്നെയും കൊണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക്, അർത്ഥാത് പറയുകയാണെങ്കിൽ 1984 തിരുമേനിയൊത്ത് ഞാൻ അന്ന് മധ്യപ്രദേശായിരുന്ന ഇപ്പോൾ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഭിലായില് അദ്ദേഹത്തിന്റെ ആശ്രമമുണ്ട്, സെന്റ് തോമസ് ആശ്രമം. ആശ്രമത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയുണ്ടായി. ആ ആശ്രമ ജീവിതം ആരംഭത്തിൽ വളരെ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു. പിന്നീട് എന്തോ എൻ്റെ മനസ്സിനുള്ളില് നിരാശാബോധം, അനാഥത്വത്തിന്റെ ആയിട്ടുള്ള പിരിമുറുക്കങ്ങൾ, അതോടൊപ്പം തന്നെ ഞാൻ അന്ന് വരെ കേട്ടു വളർന്നതായിട്ടുള്ള ക്രിസ്തുവിനെ പറ്റിയുള്ള എൻ്റെ അറിവ്, ഇതൊക്കെ കൂടിച്ചേർത്ത് വായിച്ചപ്പോൾ പല തടസ്സങ്ങളും അല്ലെങ്കിൽ പല പോരായ്മകളും എനിക്ക് തോന്നാനിടയായി. പതുക്കെ ഞാൻ ആശ്രമത്തിൽ ഇരിക്കെ തന്നെ പ്രാർത്ഥന അല്ലെങ്കിൽ കുർബാന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കുകയും മനസ്സിലൊരു
ഒരിക്കലും ഒരു ശാന്തിയോ സമാധാനം ഇല്ലാത്തൊരു ജീവിതമായിരുന്നു. എല്ലാത്തിനും എപ്പോഴും എല്ലാവരോടും വഴക്ക് പിടിക്കുക, ആരെയും ബഹുമാനിക്കാതിരിക്കുക, അങ്ങനെയുള്ള പല പ്രവൃത്തികളും എന്നിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 1986 ഞാൻ തിരുമേനി പറഞ്ഞു, തിരുമേനി എനിക്ക് ആശ്രമ ജീവിതം വേണ്ട, എനിക്കൊരു ജോലി കിട്ടിയാൽ ഉപകാരമായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, രാജു നീ എന്ത് ചെയ്യും, നിനക്ക് എന്താണ് വേണ്ടുന്നത്? ഞാൻ അതൊക്കെ പറഞ്ഞു, എന്ത് പണിയായിട്ട് ഞാൻ ചെയ്തോളാം, പക്ഷെ എനിക്ക് ഇവിടെ തുടരാൻ പറ്റത്തില്ല. അദ്ദേഹം ആലോചിച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് മദ്രാസിലേക്ക് ട്രെയിൻ ബുക്ക് ചെയ്യുകയും കയ്യിലൊരു എഴുത്തും തന്ന് എന്നെ മദ്രാസിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ മദ്രാസിൽ കടന്നു ചെന്ന് അവിടെ സെന്റ് ജോസഫ് ചർച്ചിൽ അന്ന് ബിഷപ്പായിട്ടിരുന്ന ബിഷപ്പിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയും അദ്ദേഹത്തെ ലെറ്റർ കാണിക്കുകയും ആ ലെറ്റർ മുഖാന്തരം അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ കൂടെ ആക്കുകയും ചെയ്തു. അവിടെ ആയിരിക്കുമ്പോൾ ആ തിരുവേനിയുടെ റെക്കമെൻഡേഷനിലൂടെ എനിക്ക് ചെന്നൈ മദ്രാസിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. ആ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പൈസ എന്താണെന്ന് കയ്യിൽ കാണുന്നത്. ബാല്യകാലം മുതൽ പഠനകാലം വരെയും ഒരിക്കലും നിങ്ങൾക്ക് പൈസ കിട്ടിയിരുന്നില്ല. വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ മാത്രം സ്കൂളിൽ പോകാൻ അന്നത്തെ ബസ് ചാർജ് ആയിട്ടിരുന്ന 5 or 10 പൈസ മാത്രമായിരിക്കും ആ സമയത്ത് തരിക. അതല്ലാതെ പൈസ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഒരു മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് കിട്ടിയ ആദ്യത്തെ ശമ്പളം അത് എന്ത് ചെയ്യണം, ആർക്ക് കൊടുക്കണം എന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് ചെലവാക്കാനുള്ള ചില വഴികൾ നോക്കി. ആ വഴികൾ കൂട്ടുകെട്ടുകളായിരുന്നു. ആ കൂട്ടുകെട്ടുകളിലൂടെ ഒരിക്കലും ചെയ്യണമെന്നോ ആഗ്രഹിക്കാതിരുന്ന പല കാര്യങ്ങളിലേക്കും ഇടപെടുവാൻ ഇടയായി. ആ കൂട്ടുകെട്ടുകൾ എന്നെ സിനിമയ്ക്ക് അഡിക്ഷനാക്കി. അതോടൊപ്പം തന്നെ പരമാവധി മദ്യം മയക്കുമരുന്നുകളിലേക്കും കടന്നു ചെല്ലാനിടയായി. ഒരു കാലത്ത് ഞങ്ങൾ ആശ്രമത്തിൽ ആയിരിക്കുന്ന കാലങ്ങളിൽ, കോട്ടയത്ത് ആയിരിക്കുന്ന കാലങ്ങളിൽ അന്നത്തെ MP മൻമഥൻ സാറും KP പിഷാരടി സാറും പാറയ്ക്കൽ അച്ഛനും ഞങ്ങളുടെ ആശ്രമ പ്രസിഡന്റായിട്ടുള്ള KK ചാണ്ടി അച്ഛനും ഒക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് മദ്യ നിരോധനത്തിന് വേണ്ടി പോരാടിയ ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഒരിക്കൽ കുട്ടിക്കാലം മുതൽ പല ഷാപ്പുകളും ഞങ്ങൾ പൂട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്നാൽ അതേ ഞാൻ ഒരിക്കൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അതിലൂടെ ജീവിതം പാഴായിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അമിതമായ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം എൻ്റെ ശരീരത്തെ വളരെയധികം ബാധിക്കുകയും ഒരിക്കല് അപ്രതീക്ഷിതമായി അല്പം ഓവർ ഡോസ് കഴിച്ചതിന്റെ ആഘാതത്തില് ബോധം കെട്ട് എവിടെയോ വീണ് കിടക്കുകയായിരുന്നു. ആരോ ഒരു റിക്ഷാക്കാരൻ എന്നെ അവിടുന്ന് റിക്ഷയിൽ കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോഴാണ് എൻ്റെ ഐഡന്റിറ്റി കാർഡ് കണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ അവർ ഇൻഫോം ചെയ്യുകയും അവർ വന്ന് എന്നെ കാണുകയും ചെയ്തു. അപ്പോൾ എന്നെ ശുശ്രൂഷിച്ച ഡോക്ടർ ഒരു ചോദ്യം അവരോട് ചോദിക്കുകയുണ്ടായി, ഈ പയ്യൻ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം അധികമായി ഉപയോഗിക്കുന്ന ആളാണോ? അവർ പറഞ്ഞില്ല, അങ്ങനെ യാതൊരു പ്രവൃത്തിയും ഇല്ല എന്നാണ്. കാരണം ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടോ എൻ്റെ ഡ്യൂട്ടിക്ക് പോകുമായിരുന്നില്ല. ഞാനൊരു സമയം ഫിക്സ് ചെയ്ത് ആ സമയത്തിനുള്ളിൽ എൻ്റെ കാര്യങ്ങൾ നടത്തുന്ന ഒരു രീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇല്ല, എന്തോ അഡിക്ഷന് ഉള്ളിലുണ്ട്. അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. കാരണം ആ സമയത്ത് പെട്ടെന്നുണ്ടായ അറ്റാക്ക് ആയതുകൊണ്ട് എനിക്ക് പല പ്രയാസങ്ങളും ഉണ്ടായി. ഞാൻ കിടക്കയിൽ തന്നെയായിരുന്നു. എൻ്റെ കണ്ണിന് കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു. കൈകൊണ്ട് ഒരു പേപ്പർ കഷ്ണം പോലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ പേപ്പർ എടുക്കുമ്പോൾ ആ പേപ്പർ പോലും എൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോകുമായിരുന്നു. അത്രയ്ക്ക് അവസ്ഥയിലേക്ക് വന്നു. കാരണം അതുവരെയും മയക്കുമരുന്ന് എനിക്ക് എല്ലാ ദിവസവും പർട്ടിക്കുലർ സമയത്ത് എനിക്ക് അത് ഉപയോഗിക്കണമായിരുന്നു. ഉപയോഗിക്കാതെ വന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു.
അത്രയധികം അഡിക്ഷൻ ആയ സമയത്താണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് 3-4 പ്രാർത്ഥന കൂട്ടായത്തിലുള്ള ചില വിശ്വാസികൾ അവരുടെ റുട്ടീനാണ് എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു 3-4 പേരടങ്ങുന്ന ഒരു സംഘം അന്ന് ഹോസ്പിറ്റലിൽ കടന്നു വരികയും എൻ്റെ കിടക്കയിൽ ഒരാൾ എൻ്റെ തലയിൽ കൈവച്ചു, ഒരാൾ എൻ്റെ നെഞ്ചത്ത് കൈവച്ചു, ഒരാൾ എൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് ആ പ്രാർത്ഥന എന്നെ സംബന്ധിച്ച് വളരെ അരോചകമായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ബിലായിലെ ആശ്രമത്തിലായ സമയത്ത് പതുക്കെ പതുക്കെ വിശ്വാസത്തിൽ നിന്ന് വിട്ടുമാറുവാൻ ഇടയായി എന്ന്. അതിന് ഉണ്ടായൊരു വലിയ കാരണം, ആ സെമിനാരിയിൽ വെച്ച് അവിടെ ഞങ്ങളുടെ കൂടെ പഠിച്ചുകൊണ്ടിരുന്നായിട്ടുള്ള ഒരു ചെമ്മാച്ചൻ എനിക്ക് ഒരു പുസ്തകം തന്നു. ആ പുസ്തകം ഞാനത് വായിക്കുകയുണ്ടായി. ജോസഫ് ഇടമറുകിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ആ പുസ്തകം ഞാനത് വായിക്കുകയും ആ പുസ്തകം എൻ്റെ മനസ്സിനെ വളരെയധികം തൊടുകയും ചെയ്തു. അതുവരെ നടന്ന പല കാര്യങ്ങളും എൻ്റെ ജീവിതവുമായിട്ട് കൂട്ടിക്കുറച്ച് നോക്കിയപ്പോൾ ശരിയാണ്, ദൈവം എന്നുള്ളത് ഒരു സങ്കല്പം മാത്രമാണ്. ദൈവമെന്ന് ഒന്നുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഈ അവസ്ഥ എങ്ങനെ വന്നു? എന്നെ അന്വേഷിച്ചു വന്ന എൻ്റെ വീട്ടുകാർ, അവരെ പറ്റി അറിഞ്ഞതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, എൻ്റെ പിതാവ് വളരെയധികം സാമ്പത്തികമായി ഉയർന്ന ഒരു കുടുംബത്തിൻ്റെതായിരുന്നു. ഒത്തിരി ഭൂസ്വത്തുക്കളുള്ള ഒരു കുടുംബത്തിൻ്റെതായിരുന്നു. അവർക്ക് ഒരൊറ്റ കാരണത്താൽ അവരെ വിശ്വസിച്ച അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ഒരു പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഒരു നിരാശ മനസ്സിലിപ്പോൾ കിടപ്പുണ്ടായിരുന്നു. എനിക്കും ഒന്നും അനുഭവിക്കാൻ പറ്റിയില്ല, എൻ്റെ മാതാപിതാക്കൾക്കും ഒന്നും അനുഭവിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ മാതാവ് മരിക്കുമ്പോൾ എനിക്ക് ഒരു 6 മാസം പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിതാവ് മരിക്കുമ്പോൾ 3 അല്ലെങ്കിൽ എനിക്ക് 3.5 വയസ്സ്. എൻ്റെ പിതാവ് മരിക്കുന്നത് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ്. അറിയാൻ കഴിഞ്ഞത്, അദ്ദേഹം അന്ന് കോട്ടയം ജില്ലാ ജയിലില് പുള്ളി ആയിരുന്നു. ജയിലിൽ കഴിയുന്ന സമയത്താണ് പുള്ളി മരിക്കുവാനിടയായത്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ അവിടുന്ന് ഓർഫനേജിലേക്ക് മാറ്റിയത് അന്നത്തെ അവിടുത്തെ ജയിൽ സൂപ്രണ്ടായിരുന്ന ഒരു സാറായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും നീറിക്കൊണ്ടിരുന്ന സംഭവങ്ങളാണ്. അതും ഈ പുസ്തകം കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. ആ നിരീശ്വരവാദം അല്ലെങ്കിൽ ആ യുക്തിവാദം എന്നിൽ വളരുകയും ആ യുക്തിവാദത്തിന്റെ പരിണിത ഫലം കൂടിയായിരുന്നു ഞാൻ മദ്യത്തിലേക്ക് കടന്നു വരാനിടയായത്. കാരണം ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, എന്നാൽ മരിക്കാനൊട്ട് ധൈര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് എനിക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കാൻ വന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ വളരെയധികം അരോചകത്വം ഉണ്ടായെങ്കിലും എൻ്റെ മനസ്സ് വളരെയധികം നിരാശയിൽ ആയതുകൊണ്ട് പക്ഷെ എനിക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അവർ ആദ്യ ദിവസം വന്നു, വീണ്ടും 2-ാം ദിവസം വന്നു, 3-ാം ദിവസം അവർ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഒരു ചെറിയ ട്രാക്ട് എൻ്റെ തലയണക്കീഴിൽ വെച്ചിട്ടാണ് പോയത്. ഞാൻ ആ ട്രാക്ട് എടുത്ത് ഒന്ന് പൊക്കി നോക്കിയപ്പോൾ നല്ല പരിചയമുള്ള പോലെ തോന്നി. കാരണം എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ട്രാക്ടിന്റെ ഫ്രണ്ട് വശത്തുള്ള ആ ചിത്രം മനസ്സിലാക്കി ഞാൻ കണ്ടു, ഈ പുസ്തകം എനിക്ക് നല്ല പരിചയമുള്ളതാണ്. മലയാളത്തിൽ പണ്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഒരു ട്രാക്ട്, തമ്പിയുടെ ഹൃദയം. അതിന്റെ തമിഴ് വേർഷനാണ് അവര് എനിക്ക് തന്നത്. ഞാൻ ആ പുസ്തകം എടുത്തു നോക്കിയപ്പോൾ ഒരു ഹൃദയത്തിന്റെ നടുവിൽ തമ്പിയും ചുറ്റുവട്ടത്തായിട്ട് പലവിധ മൃഗങ്ങളും പക്ഷികളും അടങ്ങിയിട്ടുള്ള ആ ചിത്രം എൻ്റെ മനസ്സിനെ തൊടുവാൻ ഇടയായി. കാരണം ആ കഥ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ സൺഡേ സ്കൂളുകളിലും ആരാധന സമയങ്ങളിലും കേട്ടിട്ടുള്ളതാണ്. അന്ന് ആ സന്ധ്യയ്ക്ക് മനസ്സിലൊരു തീരുമാനമെടുത്തു, ദൈവമേ, ജീവനുള്ള ദൈവമാണ് എങ്കിൽ എനിക്കൊരു അവസരം തരണം. ഞാൻ മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിച്ച് വീണ്ടും സന്യാസ ജീവിതത്തിന് വേണ്ടി തിരികെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന്.
ആ മനസ്സിലെ എൻ്റെ പ്രാർത്ഥന അന്ന് ദൈവം കേട്ടുവെന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു തീരുമാനത്തിന് ശേഷം എൻ്റെ ശരീരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുവാനിടയായി. എനിക്ക് മനസ്സിലായി, ഇനിയും ഞാൻ മദ്രാസിൽ തുടർന്നാൽ ഞാൻ നശിച്ചു പോവുകയുള്ളൂ. അപ്പൊ ഞാൻ തിരുമേനിയോട്, വിലായിലുള്ള തിരുമേനിയോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു, തിരുമേനി, ഞാൻ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ സമയം കൊണ്ട് എന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും തിരുമേനിയോട് എൻ്റെ മാനേജറും അവരുടെ ഓഫീസിലുള്ളവരും പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ആണെന്നുള്ള വിവരം. അദ്ദേഹം പറഞ്ഞു, മോനെ നീ വണ്ടി കയറിക്കോ, തിരികെ പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 90 വീണ്ടും ഭിലായിലേക്ക് കടന്നു വരാനിടയായി. തിരുമേനിയോടൊപ്പം വീണ്ടും ജീവിതം ആരംഭിച്ചു. പക്ഷെ അപ്പോഴൊക്കെയും തീരുമാനം എടുത്തുവെങ്കിലും ആ തീരുമാനം എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരുന്നു. കാരണം സമയമാകുമ്പോൾ എനിക്ക് ആ ഡ്രഗ്സിനോടുള്ള അഭിനിവേശം കൂടി വരികയായിരുന്നു. ഞാൻ മദ്രാസ് ഉപേക്ഷിക്കാനുള്ള കാരണം ജോലി കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ശമ്പളം കിട്ടിത്തുടങ്ങിയത്. ശമ്പളം ഉള്ളതുകൊണ്ടാണ് ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായത്. അതുകൊണ്ട് ഞാൻ ആദ്യം തീരുമാനിച്ചത് എനിക്ക് ജോലി വേണ്ട എന്നുള്ളതാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങളാലാണ് ഞാൻ മദ്രാസിൽ നിന്ന് ഭിലായിലേക്ക് വീണ്ടും തിരിക്കുകയുണ്ടായത്. ഇവിടെ വന്നപ്പോൾ സമയത്ത് ഡ്രഗ്സ് കിട്ടുന്നില്ല, അതോടൊപ്പം തന്നെ കൂട്ടുകെട്ടുകളില്ല. ആശ്രമത്തിലെ അടഞ്ഞ ജീവിതത്തില് വീണ്ടും മാനസികമായിട്ട് വളരെ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. ആ സമയത്തുണ്ടാകുന്ന എൻ്റെ ശാരീരികവും മാനസികമായിട്ടുള്ള പിരിമുറുക്കം കാരണം എനിക്ക് പലരുമായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങളാൽ പിണങ്ങേണ്ടതും വഴക്കുണ്ടാക്കേണ്ടതും, ചില സന്ദർഭങ്ങളിൽ ചിലർക്ക് നേരെ കൈ ഉയർത്തേണ്ട അവസ്ഥയും വന്നു. ആ സെമിനാരിലുണ്ടായിരുന്ന അച്ഛന്മാരെയും ചെമ്മച്ചന്മാരെയും ഒക്കെ ആയിട്ട് ഞാൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. തിരുമേനി എന്നെ കൊള്ളാനും തള്ളാനും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിനും ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ അദ്ദേഹം എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിന്റെ പരിണതമായിരിക്കും ഞാൻ പല തെറ്റുകൾ ചെയ്തിട്ടും അദ്ദേഹം എൻ്റെ തെറ്റുകളെ ഒരിക്കലും ചൂണ്ടിക്കാട്ടി എന്നെ പുറത്താക്കാനോ പുറന്തള്ളാനോ ശ്രമിച്ചില്ല. അദ്ദേഹം മറ്റുള്ളവരോട് പറയുമായിരുന്നു, അവനെ ശല്യം ചെയ്യരുത്, അവന്റെ മാനസിക നില അല്പം മോശമാണ്. വീണ്ടും ഒരു 2 വർഷം കൂടെ ഞാൻ ആ ആശ്രമത്തിലുണ്ടായിരുന്നു. അപ്പോഴാണ് വീണ്ടും ഞാൻ തിരുമേനി എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ഞാൻ ആശ്രമത്തിൽ ജീവിക്കുകയും വിശ്വാസത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് പറ്റത്തില്ല. ഞാൻ മറ്റെന്തെങ്കിലും ചെയ്ത് ജീവിച്ചോളാം. ഞാൻ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ തിരുമേനിയുടെ അനുവാദത്തോടു കൂടി കോമ്പൗണ്ടിൽ നിന്ന് പുറത്തുപോയി ഭിലായിൽ ഞങ്ങളൊരു റൂം എടുത്ത് താമസിക്കാൻ തുടങ്ങി. അവിടെ ഒരു പ്രൈവറ്റ് പ്രിന്റിംഗ് പ്രസ്സിൽ ഞാൻ ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ വീണ്ടും പൈസ കയ്യിൽ വരാൻ തുടങ്ങി. പക്ഷെ ഒരിക്കലും ഞാൻ ഉപേക്ഷിച്ചായിട്ടുള്ള മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ പോകുവാൻ ഞാൻ ഇടയായില്ല. എന്നാൽ ഒരു ജോലിയും തുടർച്ചയായി ചെയ്യാനുള്ള ബുദ്ധിയോ അറിവോ ഇല്ലായ്മയായിരിക്കാം ഞാൻ അവിടുന്നും വീണ്ടും ഒരു ദിവസം എങ്ങോട്ടെങ്കിലും പോകാമെന്ന രീതിയിൽ ഒരു നടപ്പങ്ങ് നടന്നു. കയ്യിൽ ഉടുത്തിരുന്ന പാൻറ് ഷർട്ടും അല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ നടപ്പ് എന്നെത്തിയത് ഭിലായിലെ തന്നെ 20 കിലോമീറ്ററോളം ദൂരമുള്ള നന്ദിനി എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു. ആ ഗ്രാമത്തിൽ ഞാൻ കടന്നു ചെല്ലുകയും അപ്പോൾ അവിടെയും ഒരു പള്ളി, കത്തോലിക്ക പള്ളിയാണ്, ഞാൻ കണ്ടു. ഞാൻ അവിടെ കടന്നു വെച്ച് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ജോലി തരുമോ എന്ന് ചോദിച്ചു. അവിടുത്തെ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂടെ കൂടിക്കോ, എനിക്ക് ആഹാരം വെച്ച് തന്നാൽ ഒരുമിച്ചങ്ങ് പോവാം, ശമ്പളമൊന്നുമില്ല. അത് സന്തോഷമായി തോന്നി. കാരണം പൈസ വേണ്ട, എനിക്ക് എൻ്റെ ഒരു നേരത്തെ ആഹാരം കിട്ടിയാൽ മതി. ഞാൻ അച്ഛനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ കഞ്ചാവിന് അടിമപ്പെട്ട് ഒച്ചത്തില് പല പാട്ടുകള്, തെറിപ്പാട്ടുകള്, സിനിമാ പാട്ടുകളാണ്, അതിന്റെ തെറിപ്പാട്ടുകളായി പാടി പോകുന്നതായിട്ട് കേൾക്കാനിടയായി. മലയാളത്തിലായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. ഞാന് അവനുമായിട്ട് കൂട്ടുകൂടി. ആ ബന്ധം എന്നെ ഒരു കുടുംബത്തിലേക്ക്, അവന്റെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുകയും
ആ കുടുംബത്തിലെ അവന്റെ മൂത്ത സഹോദരി സൂസൻ പോൾ എന്നിപ്പോൾ അറിയപ്പെടുന്നു. അന്ന് സൂസൻ സാമുവലായിരുന്നു. അവര് കാത്തോലിക്ക കുടുംബത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വന്നതാണ്. ആ സിസ്റ്റർ എന്നോട് സുവിശേഷം പറയുവാൻ തുടങ്ങി. സുവിശേഷം കേൾക്കാൻ എനിക്ക് വളരെയധികം വെറുപ്പായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, വേറെ എന്തെങ്കിലും നമുക്ക് സംസാരിക്കാം. കാരണം ഞാൻ തീരുമാനമെടുത്തുവെങ്കിലും ദൈവത്തിലേക്ക് അടുത്തു വരാൻ അതുവരെ മനസ്സ് വന്നിരുന്നില്ല. അപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ദൈവമെന്ന് ഒന്ന് ഉണ്ട് എന്ന്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ ചോദിച്ചു, രാജു, നീ പഠിച്ചതല്ലേ, നിനക്ക് എന്തെങ്കിലും നല്ലൊരു ജോലി ചെയ്യാമെങ്കിൽ അത് നിനക്ക് നല്ലതായിരിക്കും. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ഹോസ്പിറ്റലിൽ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നഴ്സിംഗിൻ്റെ, അവിടെ നിന്നെ കൊണ്ടുപോകാം, തയ്യാറാണെന്ന് ചോദിച്ചു. ആ ഐഡിയ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ആ സിസ്റ്ററുടെ കൂടെ അവർ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്യുകയും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കല് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പിരിമുറുക്കവും പ്രയാസങ്ങളും എല്ലാ കാര്യത്തിലും വിമർശന ബുദ്ധിയോട് കാണാനായിട്ടുള്ള എൻ്റെ ബുദ്ധിയും അവിടെയും സ്ഥിരമായി നിൽക്കാൻ എന്നെ സഹായിച്ചില്ല. ആ ഹോസ്പിറ്റലിൽ പല അനാവശ്യ കാര്യങ്ങൾ നടക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അബോർഷൻ പോലുള്ള കേസുകൾ ഏറ്റവും അധികം നടന്നുകൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. ഒരിക്കല് ഞാൻ ഈ പറഞ്ഞ സിസ്റ്റർ, അവരായിരുന്നു അവിടുത്തെ ഹെഡ് നേഴ്സ്, അവര് അബോർട്ട് ചെയ്ത ഒരു കുഞ്ഞിന്റെ ആ ശരീരം ഞാൻ കാണുവാനിടയായി. ഞാൻ ആ സിസ്റ്ററെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇത് കൊലപാതകമാണ്, ഇതിനാണോ നീയാണോ സുവിശേഷം പറയുന്നത്? ഞങ്ങൾ തമ്മിൽ ഒരല്പം വാക്കേറ്റമൊക്കെ ഉണ്ടായി. പിന്നീട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ തുടരുന്നില്ല. ഞാൻ ആ ഡോക്ടറുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അവിടുന്ന് വീണ്ടും വണ്ടി കയറി. നന്ദിനിയിൽ നിന്ന് ഏകദേശം 40-50 കിലോമീറ്റർ ദൂരെയായിരുന്നു. ഒരു ശനിയാഴ്ച രാത്രിയിൽ ഞാൻ അവിടുന്ന് വണ്ടി കയറി വീണ്ടും നന്ദിനിയിലെ സിസ്റ്റർ സൂസന്റെ വീട്ടിലേക്ക് ചെല്ലുവാനിടയായി. ഞായറാഴ്ച രാവിലെ അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആരാധനാ മധ്യത്തില് ഞാൻ ആരാധനയ്ക്ക് വേണ്ടി അകത്ത് കയറിയില്ല, ഒരല്പം മാറി എന്നെ കാണാത്ത രീതിയിൽ ഞാൻ പുറത്തു തന്നെ ഇരിക്കുകയായിരുന്നു. ആരാധനാ മധ്യത്തില് എൻ്റെ പേര് ഉച്ചരിച്ചതുപോലെ എനിക്ക് തോന്നാനിടയായി. ഞാൻ ശ്രദ്ധിച്ചു, എൻ്റെ പേര് രാജു എന്നാണ്. എൻ്റെ അതേ പേരിൽ ആ കുടുംബത്തില് മറ്റൊരു രാജ്യമുണ്ട്. ഞാൻ വിചാരിച്ചിപ്പോൾ അവനുവേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. ഇല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ മദ്രാസിൽ ആയിരുന്ന കാലം മുതൽ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചതായിട്ടുള്ള ഒരു പ്രവാചകനെ പോലെ പ്രവചിച്ചുകൊണ്ട് എൻ്റെ പേരെടുത്ത് പറയുകയായിരുന്നു. ഒരു ആത്മാവിന്റെ ഉൾപ്രേരണ എന്നതുപോലെ ഞാൻ ആ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നു. അവിടെ ആ കുടുംബത്തിലെ ആൾക്കാരല്ലാണ്ട് മറ്റാരും ഉണ്ടായിരുന്നില്ല. ഒരു കറുത്ത് മെലിഞ്ഞ് കാലിന് സ്വാധീനമില്ലാത്ത ഒരു പയ്യൻ എന്നെപ്പറ്റി പ്രവചിച്ചു പറയുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, അതെ, നീ തന്നെയാണ്, നീ ഒരുപാട് ദൈവത്തെ പരീക്ഷിച്ചു, ഇനിയും നിനക്ക് ദൈവത്തെ വിട്ടു പോകാൻ കഴിയില്ല. അദ്ദേഹം എൻ്റെ കൈ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവവേളയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് നീ ചെയ്തേ പറ്റൂ എന്ന് കണിശമായിട്ട് എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും എൻ്റെ തലയിൽ കൈവച്ചതായിട്ടുള്ള അനുഭവം, അതാണ് എൻ്റെ ജീവന്റെ ഒരു മാറ്റത്തിന് കാരണമായത്. അന്ന് ഞാൻ തീരുമാനമെടുത്തു. ഞാൻ ഒരുപാട് മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി ഒരുപാട് ഞാൻ പലരെയും ആ കുടുക്കിലാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചുപേരെങ്കിലും മദ്യത്തിനും മയക്കത്തിനും മാറ്റുവാനുള്ള ഒരു അവസരം എന്നിൽ നിന്ന് ദൈവമേ നീ ഉണ്ടാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ഒരു തീരുമാനമെടുത്തു. ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കാൻ ഇടയായി. എൻ്റെ ആ സമർപ്പണം എന്നെ കൊണ്ട് എത്തിച്ചത് അന്ന് ബിലാസ്പൂരില് ഗോസ്പൽ ഫോർ ഏഷ്യയുടെ GFAയുടെ ബൈബിൾ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ ആ ബൈബിൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും അത് 1 വർഷത്തെ കോഴ്സായിരുന്നു. 96-97
അവിടെ ആയിരിക്കുന്ന കാലത്ത് 96 കർത്താവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുകയും സ്നാനപ്പെടുകയും അതോടൊപ്പം സുവിശേഷം പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ. എൻ്റെ പ്രിൻസിപ്പളായിരുന്ന പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെ, നീ മധ്യപ്രദേശിലെ റീവ എന്ന് പറയുന്നതായിട്ടുള്ള പട്ടണത്തിൽ നല്ലൊരു സഭയുണ്ട്, ആ സഭയിലേക്ക് നീ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിൽ തീരുമാനം ഇതായിരുന്നു, എന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നിടത്ത് മാത്രമേ ഞാൻ പോകൂ. ഞാൻ ആ പ്രിൻസിപ്പളിനോട് പറഞ്ഞില്ല, സാറ് പറഞ്ഞിട്ട് ഞാൻ പോകാൻ തയ്യാറല്ല. എൻ്റെ മനസ്സിൽ ഒരു കാഴ്ചപ്പാടുണ്ട്, ആ കാഴ്ചപ്പാട് ഉള്ള സ്ഥലം എനിക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൂടെ തന്നെ പഠിച്ചതായിട്ടുള്ള പാസ്റ്റർ അശോക് താത്തി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവന് ഫീൽഡ് കൊടുത്തു. പക്ഷെ അവന്റെ ഫീൽഡിൽ അവനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവനൊരു കൂട്ടാളിയെ വേണമെന്ന് പറഞ്ഞ് അവൻ ഓഫീസിലേക്ക് കടന്നു പോകാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാം നിന്റെ കൂടെ. അങ്ങനെയാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയില് ബൈറാങ്കഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നത്. അവിടെ കടന്നു ചെന്നപ്പോൾ വളരെ അധികം വിജനമായ ഒരു ദേശം, വളരെയധികം വനനിബിഡമായ ഒരു ദേശമാണ്. ആദിവാസികൾ മാത്രമാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. ഹിന്ദി അറിയില്ല, പ്രാർത്ഥിക്കാൻ അറിയില്ല, ഒന്നും അറിയാൻ വയ്യാത്ത ഞാനും എൻ്റെ കൂടെ ഉള്ളത് ബസ്തർ ജില്ലയിലെ തന്നെ മറ്റൊരു ഗ്രാമമായ ഉസൂർ എന്ന സ്ഥലത്തു നിന്നുള്ള ഈ അശോകമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചെറ്റക്കുടലില് ഞങ്ങൾ താമസിച്ചുകൊണ്ട് സുവിശേഷ വേല ആരംഭിച്ചു. ആരംഭം വളരെയധികം കഠിനമായിരുന്നു. ആ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കെ 3-4 മാസം കഴിഞ്ഞു. ഒരു വിശ്വാസി പോലും കടന്നു വരുന്നില്ല. കയ്യിൽ 5 പൈസ ഇല്ല. കാരണം ആ കാലത്ത് ഞങ്ങൾക്കുള്ള സപ്പോർട്ട് എല്ലാ മാസവും ഓഫീസിൽ വരുമെങ്കിലും പക്ഷെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന ഇടം വളരെ ദൂരമായതുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുതരുവാൻ ആരും ഉണ്ടായിരുന്നില്ല. 3 മാസമായിട്ട് ശമ്പളമില്ല. ശമ്പളം എന്ന് പറഞ്ഞാൽ അന്ന് വെറും 350 രൂപ മാത്രമായിരുന്നു ഞങ്ങളുടെ സപ്പോർട്ട്. ഒന്നുമില്ല. ആ കൂട്ടത്തില് ശരിയായ ആഹാരവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടായി. മലേറിയ പിടിപെട്ടു. ആ മലേറിയ കൂടി തലയിലേക്ക് കയറിയ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കിന് ഇതും വിട്ടേക്കാം എന്ന് കരുതി മനസ്സ് തീരുമാനമെടുത്തു. പക്ഷെങ്കിൽ കയ്യിൽ 5 പൈസ ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് വണ്ടി കയറാൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നിട്ടൊരു മലയാളി സിസ്റ്ററുമായിട്ട് ഒരു സഹോദരനെ പരിചയപ്പെടുത്തി. ഇവിടെ ഒരു മലയാളി സിസ്റ്റർ ഉണ്ട്, ഒന്ന് പരിചയപ്പെടാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പോയി അവരുമായിട്ട് പരിചയപ്പെട്ടു. അവര് ഒരു മർത്തമാക്കാരിയായ ഒരു നേഴ്സാണ്. ഞാൻ പറഞ്ഞു, ഇന്നപോലാണ്, എൻ്റെ പേര് രാജു എന്നാണ്. ചോദിച്ചു സർനെയിം എന്താണെന്ന് ചോദിച്ചു. കാരണം ഇവിടങ്ങളിലൊക്കെ സർനെയിം വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളവർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പേര് രാജ്മോഹൻ നായർ എന്നാണ്. നായർ എന്ന് കേട്ടതുകൊണ്ടാവാം എന്നെ വീട്ടിലേക്ക് കയറ്റി സംസാരിച്ചു. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഞാൻ അവരോട് ചോദിച്ചു, എനിക്കൊരു 350 രൂപ വേണം, എനിക്ക് ബിലാസ്പൂർ വരെ പോകണം, ചില കാര്യങ്ങളുണ്ട്. ഒരു പരിചയവും ഇല്ലാതെ ഇരുന്ന സിസ്റ്റർ എനിക്ക് പൈസ തരികയും ഞാൻ ആ പൈസയുമായിട്ട് ബിലാസ്പൂരിൽ കടന്നു ചെല്ലുകയും ഞാൻ പ്രിൻസിപ്പളുമായിട്ട് ഒത്തിരി വഴക്കുണ്ടാക്കി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, വിട്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴാണ് ആ പാസ്റ്റർ പറഞ്ഞത്, വേണ്ട രാജു, ഈ മാസം മുതൽ എല്ലാ മാസവും നീ വരിക, നിനക്കുള്ള ടിഎയും ഡിഎയും ഒക്കെ ഞങ്ങൾ തരാം, ശമ്പളം കൊണ്ടുപോയി വിതരണം ചെയ്യുക. ആ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് തിരികെ വന്ന് ആദ്യത്തെ അത്ഭുതം ദൈവം പ്രവർത്തിച്ചത് ഇതായിരുന്നു. TB ബാധിച്ച് ഡോക്ടർമാർ ഉപേക്ഷിച്ചായിട്ടുള്ള ഒരു മനുഷ്യനെ അവരുടെ കുടുംബക്കാര് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ആ പേഷ്യന്റിനെ ഞങ്ങളുടെ റൂമിൽ തന്നെ താമസിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപവാസത്തോടുകൂടി പ്രാർത്ഥിച്ചു.
പ്രാർത്ഥനയുടെ 3-ാം ദിവസം ആ ശരീരത്തിൽ അനക്കം വയ്ക്കുകയും പിന്നെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കാനും ഇരിക്കാനും ഒക്കെ തുടങ്ങി. അതായിരുന്നു ആദ്യത്തെ അത്ഭുത പ്രവൃത്തി. ആ അത്ഭുത പ്രവൃത്തി മൂലം ആ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരാനിടയായി. വലിയൊരു കുടുംബം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നക്സൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് ഉണ്ടായിരുന്നു, കർമ്മയുടെ കുടുംബത്തിൽപ്പെട്ടൊരു കുടുംബമായിരുന്നത്. ആ കുടുംബത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയും ആ കൂട്ടായ്മ ഒരു ആരാധനയായി മാറുകയും അടുത്ത 3 മാസത്തിന് ശേഷം ഉള്ളില്, അതായത് 6-ാം മാസം 20 പേരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. അന്ന് ആരംഭിച്ചതായിട്ടുള്ള സുവിശേഷ പ്രവർത്തനമാണ് ഇപ്പോഴും മുടങ്ങാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2003 ഗോസ്പൽ ഫോർ ഏഷ്യ നിന്ന് വിട്ടുപോവുകയും അന്ന് മുതൽ ഇന്ന് വരെയും സ്വതന്ത്രനായിട്ട് പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കുന്നു. എൻ്റെ മിനിസ്ട്രി പാസ്റ്റർ മിനിസ്ട്രി ആയിരുന്നില്ല. എനിക്ക് വേണ്ടിയുള്ളത് സുശേഷീകരണമായിരുന്നു, അതായത് ഇവാഞ്ചലിക്കൽ മിനിസ്ട്രി. അതാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ദൈവത്തിലേക്ക് സുശേഷയിലേക്ക് വളർന്നു വരിക ഇടയിൽ എനിക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ വരികയുണ്ടായി. ആദ്യം വന്ന പ്രപ്പോസല് ഞാൻ പറഞ്ഞിട്ടുള്ള മലയാളി നേഴ്സിന്റെ കുടുംബത്തിൽ നിന്നായിരുന്നു. വേറാങ്കിടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുള്ളിയുടെ സഹോദരന്റെ മോള് വിവാഹം കഴിക്കുവാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞ് എന്നോട് ഉണ്ടായി. പക്ഷെങ്കിൽ എനിക്കത് മനസ്സ് വന്നില്ല. കാരണം എൻ്റെ ശരീരം ഒരു വിവാഹത്തിന് അനുകൂലമായിരുന്നില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഞാനത് വേണ്ടാന്ന് വെച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ആലോചനകൾ വന്നുകൊണ്ടേയിരുന്നു. 3 ആലോചനകൾ കേരളത്തിൽ നിന്നും 2 നോർത്തിൽ നിന്നുമായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ ശരീരം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, ഞാൻ എത്ര ജീവിക്കുമെന്ന് പോലും എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, നീ വിശ്വസിക്കുന്ന ദൈവം അബ്രഹാമിന്റെ ദൈവമാണ്. അബ്രഹാമിന്റെ മരിച്ച അവസ്ഥയിൽ നിന്ന് ഇസ്ഹാക്കിനെ കൊടുത്ത ദൈവം നിനക്ക് വേണ്ടിയും ഒരുക്കും എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം പറയുകയും, പിന്നെ ഞാൻ പാസ്റ്ററെ പറഞ്ഞു, പാസ്റ്റർ കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ സമ്മതിക്കാം, പക്ഷെങ്കിൽ ആ കുടുംബത്തോട് എൻ്റെ കാര്യങ്ങളെ പറ്റി തുറന്ന് പറയണം. അദ്ദേഹത്തിന്റെ തന്നെ വിശ്വാസിയായ, ഇപ്പോൾ എൻ്റെ ഭാര്യ, പേര് സുമൻ എന്നാണ്, നിങ്ങൾ പോയി കാണുകയും ആ കുടുംബമായി എൻ്റെ വിഷയങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുകയും എതി തയ്യാറാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തു. അങ്ങനെ GFA ഇരിക്കെ തന്നെ 1999 നവംബർ മാസം 26-ാം തീയതി എൻ്റെ വിവാഹം നടന്നു. ആ വിവാഹം നടത്തി തന്നത് ഗോസ്പൽ ഫോർ ഏഷ്യയിലെ അധികാരികളായിരുന്നു. പിന്നീട് ഉള്ള ജീവിതത്തിൽ ആദ്യ 1 വർഷം 2 വർഷം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തിന് ചോദിച്ചു, ദൈവമേ, ഈ ഒരു പരീക്ഷണം ആണോ? 2001 എന്നിലൂടെ എൻ്റെ ദൈവം എനിക്കൊരു മോനെ തന്നു. അവന്റെ പേര് ജോൺസൺ നായർ എന്നാണ്. ഇപ്പോൾ അവന് 24 വയസ്സായി. അവന് ബൈബിൾ കോളേജിൽ, മദ്രാസിലുള്ള ആവടിയിൽ ITS ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അവന്റെ പഠനം പൂർത്തിയായി. പിന്നെ 2004 വീണ്ടും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. കുടുംബത്തെ ഒരു പെൺകുട്ടിയെ കൂടി ദൈവം തന്നു. മോളുടെ പേര് ജാസ്മിൻ നായർ എന്നാണ്. അവളിപ്പോൾ BA സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്നും ഇല്ലാതെ ജീവിച്ച എനിക്ക്, അനാഥനായി ജീവിച്ച എന്നെ ദൈവം ഒരു നാഥനാക്കി മാറ്റി, ഒരു കുടുംബത്തിന്റെ നാഥനാക്കി മാറ്റി, ഒരു സ്ത്രീയുടെ നാഥനാക്കി മാറ്റി, 2 കുഞ്ഞുങ്ങളുടെ നാഥനാക്കി മാറ്റി. ഇന്ന് ഈ 28 വർഷത്തെ സുവിശേഷ പ്രവർത്തനത്തിലൂടെ അനേക യുവാക്കള്, അനേകരെന്ന് പറയുമ്പോൾ 100 മേലെ യുവാക്കളെയും യുവതികളെയും സുവിശേഷത്തിൽ കൊണ്ടുവരികയും അതിൽ 60ഓളം പേര് സുവിശേഷ വേലയ്ക്കായിട്ട്
അയക്കുകയും അവരെല്ലാവരും തന്നെ ഇപ്പോൾ സുവിശേഷ വേലയിൽ ഛത്തീസ്ഗഡിന്റെയും പല ജില്ലകളിലും പല ഭാഗങ്ങളിലുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നിരന്തരമായിട്ട് ആരും എത്തപ്പെടാത്തായിട്ടുള്ള ഗ്രാമങ്ങളിൽ കൂടുതലായി പ്രവർത്തിക്കുന്നത് അന്യ മതസ്ഥരായിട്ടുള്ള ഇടയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് ഒരു 15 പേരെങ്കിലും സുവിശേഷവൽക്കരിച്ച് സ്നാനപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ. അത് മുടങ്ങാതെ കണ്ട് ഈ 28 വർഷമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കഴിഞ്ഞ 25-ലും ദൈവകൃപയാൽ 22 പേര് ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനിടയായി. ഇപ്പോഴും അങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും നാളായിട്ടും ഇന്നേ വരെയും സ്വന്തമായി ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല. കാരണം എൻ്റെ പ്രവർത്തനം ഒരിക്കലും സുവിശേഷവൽക്കരണം അല്ലാതെ കണ്ട് മറ്റൊരു മാർഗത്തിലേക്കും മാറുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നും ഞങ്ങൾ കുടുംബമായിട്ട് ജഗദൽപൂരിൽ താമസിക്കുന്നു. വാടക വീട്ടിലാണ്. എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം ഇതുവരെയും ഒരു മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കുഞ്ഞുങ്ങൾ വന്ന് ചോദിക്കാറുണ്ട്, പപ്പ നമുക്കും വേണ്ടേ സ്വന്തമായിട്ട് ഒരു നിലം, സ്വന്തമായിട്ടൊരു വീട്. പക്ഷെ ഞാൻ പറഞ്ഞു, മോനെ, എനിക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് ദൈവം തരും. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായിട്ടും ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട. ഇന്നേ വരെയും ഒന്നിനും മുടക്കം വരാത്ത ദൈവം നാളെയും നമ്മൾ വഴി നടത്തും എന്നുള്ള വിശ്വാസം മക്കളോട് വളരുകയും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ സുവിശേഷത്തെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. മോൻ ഇപ്പോൾ യുവാക്കളുടെ ഇടയിൽ സുവിശേഷമായിട്ട് കടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ ദൈവകൃപയാൽ അവർ നല്ലൊരു വർഷിപ്പ് ലീഡറാണ്. നന്നായിട്ട് വർഷിപ്പ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഇപ്പോൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. എനിക്ക് വേണ്ടി ഈ വലിയ അവസരത്തെ ഒരുക്കി തന്ന ആരോമ ടിവിക്ക് ഒരു കൂടി നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ചില പേരുകൾ ഞാൻ പറഞ്ഞു. ആ പേരുകൾ ഒക്കെയും അത് ചിലരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ചിലർ കാലം ചെയ്തു പോയി. നമ്മുടെ തിരുമേനിയൊക്കെ കാലം ചെയ്തിട്ട് വർഷങ്ങളായി. പക്ഷെ എന്നെ സുവിശേഷം കൊണ്ടുവന്നായിട്ടുള്ള സിസ്റ്റർ സൂസനും, സുവിശേഷം പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന സിസ്റ്റർ സൂസനും, അതോടൊപ്പം തന്നെ എനിക്ക് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച പാസ്റ്റർ പോൾ സോമനാഥൻ, അദ്ദേഹം ഇപ്പോൾ ഭിലായിലെ ബിഷപ്പ് സോമനാഥൻ എന്നറിയപ്പെടുന്നു. അങ്ങനെ പലരുടെയും സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് ഇന്ന് ആയിരിക്കുന്നത്. ഒന്നിനും പ്രയോജനമില്ലാത്ത ഈ ശരീരത്തിൽ നിന്ന് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും മരിച്ചു ജീവിക്കുന്ന എന്നെ ദൈവം ഇന്ന് ജീവനോടുകൂടി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം സഹായിച്ചതിന് ദൈവത്തിന് നന്ദി. എനിക്ക് ഈ അവസരം തന്നതായിട്ടുള്ള ആരോമ ടിവിക്കും പാസ്റ്റർ ഡാനിയൽ ജോൺസൺ പാസ്റ്ററിനും സാറിന്റെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നതായിരിക്കും. രണ്ടു വാക്ക് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അതോടുകൂടി അനുവദിക്കുന്ന ദൈവമേ സ്വസ്ഥങ്ങളുടെ പിതാവേ, ഈ നൽകിയ വലിയൊരു മുഖാന്തരത്തിന് എന്നെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ സ്നേഹത്തിനായി നന്ദി പറയുന്ന കർത്താവേ. കർത്താവെ, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന്, അനാഥനാക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് കർത്താവ് വീണ്ടും നീ എന്നെക്കുറിച്ച് കർത്താവ് എന്നെ കരകയറ്റി എന്റെ ജീവിതത്തിൽ കർത്താവ് നീ നൽകിയ മാറ്റങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുന്ന കർത്താവ്, എന്റെ സാക്ഷ്യം കേട്ടതായിട്ടുള്ള ഓരോ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരുടെ കാതുകളിൽ മുഴുങ്ങിയതായിട്ടുള്ള നിന്റെ വചനം കർത്താവ്, അവര് കർത്താവ് നിന്റെ സാക്ഷ്യം കർത്താവ്, അവർ വീണ്ടും കർത്താവ് ഒരു അനുഗ്രഹമാക്കി ഇടയാക്കണം കർത്താവ്. കർത്താവ് ഈ പ്രോഗ്രാം കാണുന്നതായി കേൾക്കാനായിട്ടുള്ള എല്ലാ ആൾക്കാരും മുഖാന്തരവും അനേക ആളുകൾ കർത്താവ് നിന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയാക്കണം കർത്താവ്. നീ നൽകിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസ് പ്രിയ രാജ്മോഹൻ നായർ അവറുകൾ. എത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങളെ കുറിച്ച് അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയും കർത്താവിന്റെ ദാസിനുള്ളതായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ജനിച്ച് 6 മാസമായപ്പോൾ പെറ്റമ്മ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. 3 വയസ്സായപ്പോൾ പിതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പിന്നീട് ജീവിതത്തിൽ നേരിട്ട അനാഥത്വം, അത് വളരെ വേദനാജനകമായ ചില അനുഭവങ്ങളായിരുന്നുവെന്ന് പറഞ്ഞു. അനാഥാലയത്തിലെ ബാല്യം, അമ്മയുടെ സ്നേഹമോ അപ്പന്റെ സ്നേഹമോ അവരുടെ വാത്സല്യമോ അവരുടെ
കരുതലുകളോ ഒന്നും ലഭിക്കാതെ അവര് ഒന്ന് എടുത്തുകൊണ്ട് നടക്കുകയോ അവര് ഒരു നേരത്തെ ആഹാരം തരികയോ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ആ ബാല്യം പരസഹായത്താൽ പലരുടെയും സംരക്ഷണയിൽ പലയിടങ്ങളിൽ വളർന്നു വന്നു. അതിൻ്റെതായ ചില പോരായ്മകൾ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിച്ചു എന്നുള്ളത് സത്യമാണ്. ഒരുപക്ഷെങ്കിൽ ആ മാതാപിതാക്കന്മാർ ജീവിച്ചിരുന്നു എങ്കിൽ അവരുടെ സംരക്ഷണയിൽ മറ്റൊരു തലത്തില് ജീവിതം മുന്നോട്ട് പോകുമായിരുന്നു. ഒരുപക്ഷെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാനോ ഒരു ദൈവവേദനായിത്തീർന്ന് കർത്താവിന്റെ വേലയിലായിരിക്കാനോ ഒരുപക്ഷെങ്കിൽ അവസരം ലഭിച്ചു എന്ന് വരികയില്ല. എന്നാൽ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ദൈവം മുൻ നിർണയിച്ച പ്രകാരം മറ്റൊന്ന് ആണ് സംഭവിച്ചത്. അത് ഛത്തീസ്ഗഡിലെ വരുവാനും അവിടെ ശിഷ്ടായുസ് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ആയിരിക്കാന് അവസരമുണ്ടായി. സന്ദർഭവശാൽ ചില കൂട്ടുകെട്ടുകള് ചില തെറ്റായ വഴികളിലേക്ക് ജീവിതം തിരിച്ചു വിട്ടു. എന്നാൽ അവിടെ നശിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. തക്ക സമയമായപ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരം തേടി വന്ന് തക്ക സമയത്ത് കർത്താവിന്റെ വചനം ഉള്ളിൽ വിതച്ചു. ആ ക്രൂശിലെ സ്നേഹത്താൽ നിറച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബസ്ഥനായും കർത്താവിന്റെ ദാസനായും സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായും അനേകരെ കർത്താവിങ്കിലേക്ക് വഴി നടത്തുവാൻ ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ മനുഷ്യനായും ദൈവം ഉപയോഗിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞതില് ഒത്തിരി സന്തോഷമുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ വേദന നിറഞ്ഞ അനുഭവങ്ങളാണെങ്കിലും മുന്നോട്ട് നോക്കുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. സ്തോത്രം. മുന്നോട്ട് നോക്കുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ വേദന നിറഞ്ഞ അനുഭവങ്ങൾ. നമ്മൾ തിരിഞ്ഞു നോക്കുന്നവരായിട്ടല്ല, നാം മുന്നോട്ട് നോക്കി നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അന്ത്യത്തോളം വഴി നടത്തുവാൻ കർത്താവ് ശക്തനാണ്. നമ്മുടെ നാഥന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കൊണ്ട് ആ പ്രത്യാശയിൽ മുന്നോട്ട് ജീവിക്കുവാൻ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ദൈവം തന്നു. മകൻ ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവിന്റെ വേലയിലായിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. ആ പൈതലിന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു കാഴ്ചപ്പാട് കൊടുത്തു. ഒരു പക്ഷെങ്കില് ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടത ഒരു പക്ഷെങ്കിൽ ആ പൈതങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മറ്റു തലത്തിലേക്ക് പോകാൻ പഠിച്ച് നല്ല ഒരു ജോലി നേടി കഷ്ടപ്പാടൊക്കെ മാറ്റി വേറൊരു തലത്തിൽ പോകാൻ അവർക്ക് താല്പര്യം ഉണ്ടാകാമായിരുന്നു. എന്നാൽ മാതാപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചതായ സ്നേഹവാത്സല്യവും ആദരവും അംഗീകാരവും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സ്നേഹവും ദൈവവചനത്തിൽ ഉൾനട്ടതുമായ ആ അനുഭവങ്ങൾ ആ പൈതലിനെ ദൈവവചനം പഠിക്കുവാൻ പിതാവ് ചുമക്കുന്ന ആ ദൈവത്തിന്റെ വചനം തുടർന്ന് ചുമക്കുവാൻ വേണ്ടിയിട്ട്, ആ പെട്ടകം ചുമക്കുവാൻ വേണ്ടി ആ പൈതല് സ്വമനസാലെ അതിനുവേണ്ടി തയ്യാറായി. ഇന്ന് അവൻ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്തൃവേലയിൽ അവൻ വർദ്ധിച്ചു വരട്ടെ. ദൈവനാമം അവനിലൂടെ മഹിമപ്പെടുവാൻ കർത്താവ് ഉപകരിക്കട്ടെ. അൺറീച്ച്ഡ് ഏറിയകളിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ പൈതലിനെ ദൈവം അയക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ ഓർത്തു പോവുകയായിരുന്നു, ആ സാഹചര്യങ്ങൾ ഒക്കെ അങ്ങനെ കടന്നു പോയെങ്കിലും തക്ക സമയത്ത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ കർത്താവിന്റെ ദാസനെ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നി. സ്തോത്രം. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല.
എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന്, എല്ലാവരും നിത്യജീവനെ പ്രാപിക്കണമെന്നും, എല്ലാവരും നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് മദ്യത്തിനും മറ്റ് ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയായി ആ ഒരു വഴിയിലേക്ക് തിരിഞ്ഞു പോയെങ്കിലും ദൈവം അതിൽ നിന്നൊക്കെ മടക്കി വരുത്തി. ഇപ്പോഴുള്ളതായ സാഹചര്യങ്ങളിൽ വളരെയേറെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം എല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ വിശ്വസ്തനാകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ അതിനെ വർദ്ധിച്ചു വരുവാനും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് സൂചിപ്പിച്ചല്ലോ ഒരു ടാർഗറ്റ് ഉണ്ടെന്ന്. ഏറ്റവും കുറഞ്ഞത് 15 പേരെയെങ്കിലും ഒരു വർഷം രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണമെന്ന്, ജലത്തിൽ സ്നാനം കഴിപ്പിച്ച് അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണണമെന്നുള്ള ആഗ്രഹം അത് വലിയൊരു ആഗ്രഹമാണ്. അനേക പ്രിയപ്പെട്ടവർക്ക് ഇല്ലാതെ പോയ ആ ഒരു ദർശനമാണ്, ആഗ്രഹമാണ് ദൈവദാസന്റെ ജീവിതത്തിൽ അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവദാസനെ ദൈവം എല്ലാ വർഷവും അതിലുപരി 15 എന്നുള്ളത് അത് ഇരട്ടിയായി അനേക പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് വടക്കേന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ കൊയ്ത്തിനായി നിലങ്ങൾ ഒരുങ്ങിക്കിടക്കുന്നു. കൊയ്ത്തിലേക്ക് ഇറങ്ങിച്ചെന്ന അനേക പ്രിയപ്പെട്ടവരെ നിത്യതയ്ക്കായി ഓർക്കുവാൻ ദൈവദാസനെയും കുടുംബത്തെയും പിന്നെ ദൈവം അഭിഷേകത്താൽ നിറയ്ക്കട്ടെ, അധികാരത്താൽ നിറയ്ക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്രത്തോളം സമയം വേർതിരിച്ച് അരോമാറ്റി പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അരോമാറ്റി പ്രേക്ഷകരെ, ഈ വാത്സല്യ ദൈവദാസന്റെ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ. ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. അവരായിരിക്കുന്ന സാഹചര്യം, അവരുടെ മിനിസ്ട്രി ഫീൽഡിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു. അവരുടെ ആവശ്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. നമുക്ക് പ്രാർത്ഥിക്കാം, ശക്തമായി പ്രാർത്ഥിക്കാം. നമുക്ക് പോകാത്തയിടത്ത്, നമുക്ക് പോകാൻ കഴിയാത്ത ഇടത്ത് കർത്താവ് അവരെ ആക്കിയിരിക്കുക. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിച്ചെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവരെ സഹായിക്കാനിടയായി തീരട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.